1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. കരുളായി ഉൾവനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പൂച്ചപ്പാറ മണിയുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായത്തിന്റെ ആദ്യഘട്ടവും വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ കുടുംബത്തിന് കൈമാറി. ബന്ധുക്കളെ മന്ത്രി ആശ്വസിപ്പിച്ചു. നെടുങ്കയത്ത് നിന്നും 18 കിലോമീറ്ററോളം ഉൾക്കാട്ടിൽ സഞ്ചരിച്ചെത്തിയ മന്ത്രി കണ്ണിക്കയിൽ വെച്ചാണ് മണിയുടെ മകൾ മീരയ്ക്കും സഹോദരൻ അയ്യപ്പനും സഹായം കൈമാറിയത്. ശനിയാഴ്ചയാണ് കണ്ണിക്കൈക്ക് സമീപം മണിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. വനംവകുപ്പ് 10 ലക്ഷം രൂപ കുടുംബത്തിന് ആശ്വാസ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ഈ നഷ്ടപരിഹാര തുകയുടെ ആദ്യഘട്ടമാണ് മന്ത്രി നേരിട്ടെത്തി കുടുംബാംഗങ്ങൾക്ക് കൈമാറിയത്. മണിയുടെ മകൾ മീര, സഹോദരൻ അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളാണ് ധനസഹായം സ്വീകരിക്കാനെത്തിയത്. ഇവർക്ക് സർക്കാരിൽ നിന്ന് നൽകാവുന്ന പരമാവധി സഹായം എത്തിച്ചു നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാ സഹായവും ഉണ്ടാകും. ഇനിയും ഈ പ്രദേശത്ത് ഞാൻ ഇന്നിവിടെ കണ്ട കാഴ്ചകളൊക്കെ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. ആ കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ ഇനിയും ഈ പ്രദേശത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നത് ബഹുമാനപ്പെട്ട പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഈ രണ്ടുപേരെയും ഞാൻ ധരിപ്പിക്കുന്നതാണ്. കുടുംബത്തിന് തൊഴിൽ കൊടുക്കുന്നതായിട്ട് എന്തെങ്കിലും നമ്മൾ പറഞ്ഞ വാക്കെല്ലാം പാലിച്ചു. അതിലൊന്നൊരു സാധാരണ എന്താണ് ഈ പറഞ്ഞത്, നമ്മൾ വാക്ക് പറഞ്ഞിട്ട് ചെയ്തില്ല, സ്വാഭാവികമായും പ്രതിഷേധിക്കാം. ഇത് പല സ്ഥലത്തു നിന്നുമായി വന്ന ആളുകളെ കൂട്ടി ഒരു പ്രതിഷേധവുമാകാം. അത് അക്രമാസക്തമായ പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിൽ സതുദ്ദേശമല്ല എന്ന് ഇവിടെ വന്നെത്തിയ നമ്മൾക്ക് ബോധ്യപ്പെടേണ്ടത്. മന്ത്രി നിലമ്പൂർ ഡിഎഫ്ഒ ഓഫീസ് സന്ദർശിച്ച് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. നിലമ്പൂർ സൌത്ത് ഡിഎഫ്ഒ ജി ധനിക്ലാൽ, എസിഎഫ് അനീഷ സിദ്ദി, കരുളായി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി.കെ. മുജീബ് റഹ്മാൻ, വിനോദ് ചെല്ലൻ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.